ലൈഫിൽ ഒരാൾ സ്റ്റക്ക് ആവുന്നത് 3 കാര്യങ്ങളിലാണ്. മോസ്റ്റ് ആളുകളെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെന്തിലാണ് സ്റ്റക്ക് ആവുന്നതെന്ന് ശ്രദ്ധിച്ചാൽ 3 സീലാണ്. ഒന്നാമത്തേത് ക്ലാരിറ്റി. ലൈഫിൽ ക്ലാരിറ്റി ഇല്ല. എന്ത് ചെയ്യണം, അഥവാ എനിക്ക് മുന്നോട്ട് പോകുന്നത് എങ്ങനെ, എന്ത് വേണം എന്ന ക്ലാരിറ്റി കുറവായിരിക്കും കൂടുതൽ ആളുകളും ഫേസ് ചെയ്യുന്നത്. അടുത്തത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കറേജ് ആണ്. കറേജ് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം ആളുകൾക്ക് വരുന്നത്. ചെയ്യാനറിയാം, പക്ഷെ ആ ചെയ്യുന്ന വർക്ക് കോൺഫിഡൻസോടുകൂടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് രണ്ടാമത്തൊരു കാര്യം. മൂന്നാമത്തൊരു ഇഷ്യൂ വരുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നിരന്തരം അവരുടെ ലൈഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ സക്സസ് ആവുന്ന ആളുകളുടെ അവരൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ചെറിയ കാര്യം ആണെങ്കിൽ പോലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇതിൽ നമ്മൾക്ക് എവിടെയാണ് ഇഷ്യൂസ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്ലാരിറ്റിയിലാണോ, കറേജ് അഥവാ കോൺഫിഡൻസിലാണോ, അതോ കൺസിസ്റ്റൻസിയിലാണോ? ഈ 3 കാര്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതിലാണ് കുറവ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവാൻ കഴിയും. അതിൽ വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് 100% നമ്മുടെ ലൈഫിലേക്ക് വരും. താങ്ക് യു.